ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ RC കാറിൻ്റെ ഇതിന് മുന്നായിട്ട് നമ്മൾ ടയർ ഒന്ന് മാറ്റിയിരുന്നു, കുറച്ച് സൈസാക്കിയുള്ള ടയർ ചെയ്തിരുന്നു. അപ്പോൾ അന്നേ നമ്മൾ പറഞ്ഞ പ്രശ്നമാണ് ഇതിൻ്റെ വീല് ഉരയാന്നുള്ളത്. ആ ഉരച്ചിൽ നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ടൂൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ടൂള്. നമ്മൾ ബോഡി കുറച്ചൊന്ന് ലിഫ്റ്റ് ചെയ്യണം. ലിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ സൈഡിൽ രണ്ട് ഉരയാണ്ട് കുറച്ചുകൂടി ഗ്യാപ്പ് കിട്ടും. അതാണ് നമ്മുടെ ഉദ്ദേശം. എത്രത്തോളം സക്സസ് ആവുന്നത് ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നമ്മളെ വീഡിയോ കാണുന്ന പലരും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരിക്കലും മറക്കാണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്കിത് അടിയത്തെ സ്ക്രൂ ഒക്കെ ഒന്ന് ഊരാം. ഇങ്ങനത്തെ സ്ക്രൂ ഒക്കെ ഊരുമ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഊരുന്ന അതേ സ്ക്രൂ തന്നെ അതേ സ്പോട്ടിൽ തന്നെ ഇടണം, അല്ലെങ്കിൽ പണി കിട്ടും. സ്ക്രൂ അങ്ങോട്ടും മാറിപ്പോയാലും എന്താ വെച്ചാൽ ചെറിയ സ്ക്രൂ വലിയ സ്ക്രൂ ഒക്കെ ഉണ്ട്. നമ്മൾ കെയർ ചെയ്ത് വേണം ഊരാൻ. വയറും ഭയങ്കര വലിയ കട്ടില്ലാത്ത വയറാണ്. പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന്മേൽ നമ്മൾ ചൊറയേണ്ടി വരും. അപ്പോൾ ടൂൾസ് ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ അത് 2 വലിയ സൈസും ഉണ്ട്, പിന്നെ 4 ഒരേ സൈസ് വരുന്ന വേറെ ഉണ്ട്. അപ്പോൾ ഈ 2 വലിയ സൈസ് ഉള്ളത് ഫ്രണ്ടത്തെ 2 ഇതിൽ വെക്കണം. ബാക്കി 2 പോലെ 2 ഇവിടെ ആയിട്ടാണ് വെക്കേണ്ടത്. അതിന് സ്ക്രൂ വ്യത്യാസമുണ്ട്. ഒരു ചെറിയ 4 ചെറുതും 2 വലുതും. ഇത് സൈസ് വ്യത്യാസം ഇതാണ്. ഇത് തമ്മിൽ മാറിപ്പോയാൽ സെറ്റാവില്ല. വെക്കാം. ഇങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്. ആദ്യം ബാറ്ററി ഇടാം. അങ്ങനെ നമ്മളെ അന്നത്തെ വർക്ക് കഴിഞ്ഞു. വണ്ടീൻ്റെ ഫൈനൽ ഔട്ട് ഇതാണ്. വണ്ടി നല്ല പോലെ ലിഫ്റ്റ് ആയിട്ടുണ്ട്. 2 സൈഡ് ഇപ്പോൾ എവിടെ വരയുന്നൊന്നുമില്ല. കണ്ടില്ലേ, അപ്പുറമൊന്നും അറിയുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ഒരുപാട് നമ്മളെ ഇനി ഓഫ് റോഡിങ്ങും അതുപോലെ അപ്ഗ്രേഡേഷനും അങ്ങനെയൊക്കെ ഒരുപാട് വീഡിയോ നമ്മുടെ ചാനലിൽ കൂടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ ഇതുപോലത്തെ ആൾക്കാരെ താല്പര്യമുള്ള ആൾക്കാരെ കണ്ട് അവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.